ടിക്കറ്റിന്. വാസുവേട്ടന് ടിക്കറ്റോ? വന്നാട്ടെ. വേണ്ട, ഈ കാവുണ്ടിക്കലിലെ പെരുങ്കൊല്ലനല്ലേ നമ്മുടെ വാസുവേട്ടൻ. വാസുവേട്ടനോ? ഉൽപ്പായി ഇരിക്കാൻ ഞാൻ ആരാ? അത്ര വലിയ VCP അല്ല വാസുവണ്ണ, VIP. ആ പി ഉണ്ടല്ലോ, വി ഉണ്ട്. കറക്റ്റ്. അപ്പൊ പണം തുടങ്ങിയോ? തുടങ്ങിയിട്ട് 10 മിനിറ്റ് ആയല്ലോ. അപ്പൊ തുടക്കം പോയി. ഒടുക്കണ്ടല്ലോ. ഞാൻ പണ്ട് വാളയാർ മുരുകാട്ടാക്കീസില് റിക്ഷാക്കാരൻ കണ്ട ഓർമ്മയുള്ളൂ. എന്റെ താത്തയ്ക്ക് പിടിച്ച പിടി നിർബന്ധം. നിങ്ങളുടെ വാലിബനൊന്ന് കാണേണ്ടത് തന്നെയാന്ന്. അപ്പൊ വാസുവണ്ണന്റെ തത്തക്കിളി സംസാരിക്കൂ? തത്ത കിളിയല്ലടാ മണഗുണാഞ്ചാ, എന്റെ പെങ്ങളാ. ആളെ കറക്ക. അതിന്റെ കാര്യം തീരുമാനമായി. അയ്യോ, இந்த பாஷா ஒரு தடவை சொன்னா 100 தடவை சொன்ன மாதிரி. എന്തത്? சரிங்க சார், சரிங்க. தங்கமகனிந்து சிங்க நடை போட்டு அருகில் அருகில் வந்தான். അയ്യോ, ഇതെന്നാ വാലിബനാടാ പോയി. കുറച്ച് മോട്ടോ കയറി ഇപ്പൊ കുതിരപ്പുറത്തിരിക്കുന്നു. ഇപ്പോഴത്തെ സിനിമയില ഇങ്ങനെ വാസുവേട്ടാ. ഒരു ചില്ലി കാശിന്റെ കഥ വേണ്ട, കുറെ ഓട്ടവും ചാട്ടവും, ഒരു 100 തുണിമാറ്റവും, വായിക്കൊള്ളാത്ത 8 മുഴം നീളത്തിൽ കുറെ ഡയലോഗുകളും പടവടപ്പും മതി. കണ്ടിറങ്ങുമ്പോ കുറെ പുക മാത്രം, ഒന്നും മനസ്സിലാവരുത്. ഇവളാ പൊടിമില്ല് പേപ്പട്ടിനാരുടെ മോളല്ലേ? ആണോ? ഇവൾക്ക് ഉണ്ണിയപ്പം കച്ചവടുന്നു. അല്ല, ഇതങ്ങനല്ല. അവിടെ വീട്ടിൽ നിന്നാണ് ഞങ്ങൾ സപ്ലൈ എടുത്തിരിക്കുന്നത്. പ്രസിഡന്റ്, എന്റെ ആദ്യത്തെ കൊലയാ. ഞാലിപ്പൂവനാണല്ലോ. അല്ല, പാളയം കോടനാ. വെച്ചക്ക് ഞാലിപ്പൂവൻ എന്റെ കണ്ണിന് കാണരുത്. ജോസേ, സമയമായി. ട്രാൻസ്ഫോമറിന്റെ കോയിൽ വീക്കാ, മാറ്റണമെന്ന് തോന്നണം സാറേ. കോയിൽ മാറ്റണ്ട. കോയിൽ മാറ്റിയാൽ ഫീസ് പോകില്ല. ഫീസ് പോയാലല്ലേ ഫീസ് കെട്ടാൻ പറ്റൂ. ഫീസ് കെട്ടിയാലല്ലേ നമുക്ക് 4 ചക്രം കിട്ടും. കള്ള ലൈൻ വലിച്ചിരിക്കുന്ന പോയെന്ന് കണ്ടാലോ? പൂവിന് കോപം വന്നാല് എടാ മൂരിത്തമ്മി, നിന്നെ കണ്ടിട്ട് കുറെ നാളായല്ല. മറ്റവള് തിരിച്ചു വന്നാടാ. നിന്റെ ഭാര്യ ഇതുവരെ വന്നില്ലേ? അതെന്നാ പോക്കാടാ. അടിച്ചോണ്ട് പോയതിനെ പറ്റി വല്ല വിവരമുണ്ടോ? മക്കളെ, ഈ സ്ത്രീകളുടെ ഒരു കാര്യമേ കറണ്ട് അടിക്കുന്നത് പോലെ അല്ലയോ? അന്നമ്മ വരും പോകും, പോകും വരും, വരും പോകും. ഇനി അവളുടെ പോക്ക് പറയാൻ ഞാൻ എന്നോട് ചോദിച്ച അമ്മച്ചിയാണ്. ഒത്തിരി സ്റ്റേജുകളിൽ ഈ ചാണകം ഞാൻ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. കഴിയിട്ടും പോയില്ല നാട്ടം. ഞാൻ ഇലക്ട്രിസിറ്റി ബോർഡ് ജൂനിയർ എഞ്ചിനീയർ സുരേന്ദ്രൻ പടുവാത്തു. SSLC പ്രീ ഡിഗ്രി ടൈപ്പ് റൈറ്റിംഗ് ഷോർട്ട് ആൻഡ് ITC ഡിപ്ലോമ ആൻഡ് ആക്ടിംഗ്. ഈ വയറങ്ങോട്ടേക്ക് പോകുന്നു, മനസ്സിലായില്ല? വിജനമായ റോഡിലൂടെ വിജനമായ റോഡെന്ന് പറഞ്ഞാൽ അതിനൊരു അന്ത്യമില്ലേ? ഇതിന്റെ അന്ത്യം വാലിവന്റെ മൂത്രപ്പുരയല്ല. അതെ, മൂത്രപ്പെരയിലെ എരുമക്കൂട്ടിലോ കൊടുക്കുന്ന ഞങ്ങളുടെ സൗകര്യം. മീറ്റർ കാണിക്കുന്ന കാശ് തന്നാ പോരെ നിങ്ങൾക്ക്? നിങ്ങളുടെ ആവശ്യത്തിനെടുത്ത സപ്ലൈ അനധികൃതമായിട്ടോ സൗജന്യമായിട്ടോ ക്യാഷിനോ മറ്റാർക്കും കൊടുക്കാൻ പാടില്ലെന്നാണ് ബോർഡിന്റെ നിയമം. അതെ, കടയിൽ നേത്തക്കൊല മേടിച്ച് വിറ്റവൻ വാങ്ങിയവനോട് ദിവസം 1 വെച്ച് തിന്നാ മതി എന്ന് പറഞ്ഞാൽ അത് എവിടുത്തെ ന്യായവാ? അത് നിങ്ങളുടെ നയം, ബോർഡിന്റെ നയമാണ് ഞാൻ പറഞ്ഞത്. ഇനിയിപ്പൊ കൊടുത്തു എന്ന് വെച്ച് ഞങ്ങളെ തൂക്കിക്കൊല്ലാൻ വകുപ്പൊന്നുമില്ലല്ലോ. തൂക്കിക്കൊല്ലാൻ വകുപ്പില്ല, പെങ്ങടെ സപ്ലൈ ഊരാൻ വകുപ്പുണ്ട്. അതിന് സപ്ലൈ അവിടെ പേരിലല്ല, ഈ പേപ്പട്ടി നായരുടെ പേരില്ല. എന്താ പ്രസിഡന്റ് ചിരിച്ചേ? സത്യം അതല്ലേ? ആ സത്യം കേട്ടാ ചിരിച്ചേ. ഇപ്പോഴെങ്കിലും പേപ്പട്ടി നായരാണ് സമ്മതിച്ചല്ലോ, അല്ലെങ്കിൽ ഓളെ മുക്കാക്കാശിന് കറണ്ട് വിൽക്കോ?
ജോസേ നിന്നെ വെള്ളിടി വെട്ടിയോ? കരിക്കട്ട പോലെ ആയല്ലോടാ. പേപ്പട്ടിച്ചേട്ടായേ, ജോസിന്റെ മേത്ത് ഇയാടെ മീറ്റർ ഇടരുത് കേട്ടോ. നിങ്ങളുടെ മീറ്റർ എവിടെയാണ് ഇരിക്കുന്നത് പേപ്പട്ടി? മീറ്ററിന്റെ പ്രസിഡന്റിനല്ലേ എഞ്ചിനീയർ? ടെസ്റ്റ് ചെയ്യാൻ കൊണ്ടുപോയി വേറെ അതെ സാറിന് സപ്ലൈ വലിച്ചു വരാൻ ഒരു നിമിഷം മതി. അവിടെ ജീവിക്കാൻ വന്നു കിടക്കുന്ന ആ ചെറുപ്പക്കാരുടെ വയറ്റ തടിക്കല്ലേ ഏറിയാൽ ഒരു 10 ദിവസം അവരവരുടെ പാട്ടിന് പൊക്കോളൂ. കാര്യം ശരിയാണ്, പക്ഷേ നിയമം അനുശാസിക്കുന്നതല്ലേ ഈ സുരേന്ദ്രൻ പടുവ തീർന്നു ചെയ്യാൻ പറ്റൂ. അയ്യോ ഒന്നുകൂടെ കറക്കി. അയ്യോ അപ്പൊ സാർ കുളമാവ് തിയേറ്റേഴ്സിന്റെ ഹീറോയാ രാജാപ്പാട്ട് രംഗത്തുരേ. അയ്യോ സാറിനെ കണ്ടപ്പം മുതൽ എന്റെ ചിന്ത കിടന്ന് ഇങ്ങനെ കറങ്ങുമായിരുന്നു. ആ മുടിക്ക് കൈവച്ച് പേര് പറഞ്ഞപ്പോഴല്ലേ എനിക്ക് കറണ്ടടിച്ച പോലെ ആളെ പിടുത്തം കിട്ടിയത്. അന്ന് കുന്നത്തൂർ ക്ഷേത്രത്തിലെ ആ രാജാപ്പാട്ട് മനസ്സിന്ന് അങ്ങോട്ട് മറക്കാൻ പറ്റില്ല. നല്ല പെരുമ്പാവൂർ ചക്കയാ. ഇവിടുത്തെ പറമ്പി വളർന്ന ഇവിടുത്തെ ആട്ടുംകാട്ടം മൊത്തം ഇതിന്റെ മൂട്ടിലായിടണം. നല്ല മധുര. ആട്ടുകാട്ടത്തിനോ? അല്ല ചക്കയ്ക്ക്. കാണാം. ശരി. പുറത്തല്ലേ മീറ്റർ? അത് ശരിയാവില്ല. അതെന്താ ശരിയാകാത്തത്? പഞ്ചായത്ത് പ്രസിഡന്റ് വന്ന് ഊരിച്ചെന്ന് പൊതുജനം പറയും. പഞ്ചായത്ത് ഇലക്ഷൻ അടുത്ത് വരികയാണ്. ഓ ഈ ചക്കയുടെ കാര്യം എനിക്ക് പോയില്ല. ചക്കയുടെ കാര്യം എന്താ? 10:30 മണിക്ക് കമ്മിറ്റി മീറ്റിംഗ്. ഈ മലയെണ്ണാൻ ഒരു ഊണ് മേടിച്ചു കൊടുത്ത വെറുതെ ആയി പോയല്ലോ. പുഷ്പേച്ചി ഭയങ്കര ഫോമിലായിരുന്നല്ലോ ആ ഏത്തക്കൊലയുടെ ന്യായം പറഞ്ഞത്. അടിപൊളി. ചൂളി ഇറങ്ങിപ്പോയെങ്കില് അല്ല പിന്നെ എടുത്താത്തെ അവർക്ക് ഇത്തിരി കറണ്ട് കൊടുത്തെന്ന് വെച്ചാ പ്രസിഡന്റിന്റെ ഒരു സങ്കടം കണ്ടില്ലേ? ഉടനെ പീസൂരാൻ ഒരു എഞ്ചിനീയർ രാജാപ്പാട്ട് രംഗത്തുര ഇറങ്ങിയിരിക്കുന്നു. കരിമ്പൂരത്തിന്റെ സ്റ്റൈല് കണ്ടേച്ചാലും മതി. പിന്നെ സ്റ്റൈല് കാണണേല് ആ പങ്കജത്തിലെ രാജിന്റെ സ്റ്റൈല് കാണണം. അതൊന്ന് കാണേണ്ടത് തന്നെ എടുത്താത്തെ. എനിക്ക് വലിയ ഇഷ്ടം അയാളെ. വലിയ ഇഷ്ടം എന്ന് വെച്ചാ എന്നാടാ? തത്തേച്ചിയെ ചേച്ചിയുടെ വലിയ പിസ്തനാ വാലിബൻ. ക്യാമ്പ് കഴിഞ്ഞ് പോകുമ്പോ എന്നെ കൂടെ കൊണ്ടുവന്നാ പറഞ്ഞിരിക്കണേ. അയ്യോ നീ ആരോടും പറയില്ലേടി തത്ത. ഇതെന്താ തത്തെ മലയാർ ഭൂതം ഉറങ്ങി എഴുന്നേറ്റ് പോലെ ഉണ്ടല്ലോ. അയ്യേ ഇങ്ങനെയുണ്ടോ ആണുങ്ങള്? വഷളൻ, മരപ്പട്ടി, കോന്തൻ. ഈർക്കിലെ ചാരിറ്റി ഇളിച്ചു കാണിച്ചാലും പുറകെ കൂടിക്കോളും. പെങ്കോന്തൻ. ഇതാരാ തത്തെ ഇത്ര വൃത്തികെട്ടവൻ? നിന്റെ ചേട്ടൻ ബെൽറ്റ് വാസമാണോ? ഓ എന്റെ ചേട്ടൻ്റെ അടുത്തോട്ട് ഇളിച്ചു കാണിച്ചോണ്ട് ചെന്നേച്ചാ മതി. മോന്നയുടെ ഷേപ്പ് മാറ്റും. ഇയാൾക്ക് നാണല്ലേടോ പേപ്പിട്ട് നിറഞ്ഞ മോളുടെ പുറകെ നടക്കാൻ. ഇതാണോ കാര്യം? ആ അത് തന്നെയാ. എനിക്കിതൊക്കെ ഇതൊരു പ്രശ്നമുള്ള കാര്യങ്ങളാ. തത്തേനെ കരിമ്പ് കാട്ടി മോഹിപ്പിച്ച് കാഞ്ഞിരക്കുരു തരരുതായിരുന്നു. അയ്യേ എന്റെ തത്തെ, നീ വിചാരിക്കുന്ന പോലെ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ പിന്നെ പുഷ്പത്തെ കൂടെ കൊണ്ടുവന്ന് പറഞ്ഞതോ? അതങ്ങനെ ആർത്ഥത്തിൽ പറഞ്ഞല്ല. കറണ്ട് എടുക്കാൻ 100 പറഞ്ഞുറപ്പിച്ചിട്ട് വന്നേ വാക്ക് വ്യത്യാസം കാണിച്ചു. 100 150 ആക്കിയ പേപ്പട്ടി നായര്. നമ്മുടെ വാലിബൻ ഹിറ്റാണെന്ന് കണ്ടപ്പോ അടുത്ത ദിവസം വളരെ 250 ആക്കി. അങ്ങനെയാണ് വേറെ അടുത്തുനിന്ന് കറണ്ട് എടുക്കണം. അതിന് 3 ഫേസ് ലൈൻ ഇവിടെ അടുത്ത് അവിടെ മാത്രമല്ലേ ഉള്ളൂ. കാശ് വീണ്ടും കൂട്ടിക്കൂട്ടി കൊണ്ടുവന്ന് പേടിച്ച് ഞാനൊരു തടയിട്ട് കൂടെ കൊണ്ടുവന്ന് പറഞ്ഞല്ലേ. അങ്ങനെയൊക്കെ പെൺകുട്ടികൾ കാശ് കൊടുക്കാൻ പാടൂ? അല്ലാതെ ഞാൻ എന്ത് ചെയ്യും? നീ എന്നെ പറ. ഒട്ടക്കിയ സപ്ലൈ കട്ട ഒരു ജനറേറ്റർ വാടക എടുക്കാന്ന് വിചാരിച്ച ദിവസം 500 പോക്ക. 500 രൂപ എന്നൊക്കെ പറഞ്ഞ എന്റെ കോൺ തെറ്റിയത് തന്നെ. എന്റെ തത്തേ, നിനക്ക് തോന്നുന്നുണ്ടോ ഞാൻ നിന്നെ പറ്റിക്കുമെന്ന്? നിന്റെ മുത്തശ്ശി ജാനുവമ്മയ്ക്ക് കുടമാളൂറമ്മയെ പോലെ